സോ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വേറൊന്നുമല്ല, നമ്മൾ രണ്ടാം പെരുന്നാളാണ് ഇവിടെ. സോ രണ്ടാം പെരുന്നാളാകുമ്പോൾ പെരുന്നാളല്ല, പെരുന്നാളായതുകൊണ്ട് നമുക്കിവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഞങ്ങൾ ഇന്നലെ രാത്രി മീൻ പിടിക്കാൻ പോയി. 3 മണിക്ക് പോയിട്ട് 8 മണിക്ക് ഇന്ന് പുലർച്ചെ 3 മണിക്ക് പോയി, രാവിലെ 8 മണിക്ക് എത്തി. സോ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം, അപ്പോൾ അതൊന്ന് കണ്ടോളൂ. പുലർച്ചക്ക് 3 മണിക്ക് വിളിച്ചുകാണ്ട് മീൻ പിടിച്ചാൻ പോകുക. അത് വേറെ എവിടെയല്ല, നാട്ടിലൊക്കെ നമുക്ക് സഹിക്കാം, ഒക്കെ അറിയാം. ഇവിടെ അബുദാബിന്ന് കൊണ്ടുപോകുന്നേക്ക, എന്നിട്ട് ഇപ്പം മീൻ പിടിക്കണമെങ്കിൽ കാണിച്ചു തരാം. വന്നിട്ട് ഞങ്ങൾ അരമണിക്കൂറായി, എന്നിട്ടും ചൂണ്ടൊക്കെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. കിട്ടോ മീൻ കിട്ടോ? കിട്ടിയാ മതിട്ടോ, അല്ലെങ്കിൽ കയ്യിന്ന് പോവും. വലിച്ചിട്ട് കിട്ടിയില്ലേ, തല വച്ച് ഞാൻ വിളിച്ചു ഉറപ്പണം കാര്യത്തില്. 3 മണിക്ക് വിളിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ചൂണ്ടയ്ക്ക് കുരുങ്ങിയ മീന് ആരാകും കാത്തിക്കാണ്. പക്ഷേ ഫസ്റ്റ് കറു ഫസ്റ്റ് സോ ഗൈസ്, ഒരു സന്തോഷ വിവരം കൂടിയുണ്ട്. നമ്മൾ ആട് കടായി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അതായത് ഗോഡ് കടായി. അപ്പോൾ നമ്മൾ ഗോഷ് കടായി ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല, നോമാനാണ്. സോ അതുകൂടി നമുക്ക് കാണാം. ആടിനൊപ്പം ബീഫ് വന്നിരിക്കുന്നോ? ബീഫ് मटन बीफ वो फ्राई बर्फ हो गया ना, हाँ उसको भी सेपरेट करना. ठीक है. टमाटर कट करिए. एक ये सो अच्छा स्टैंड भी है. स्टैंड भी है. ये छोटा छोटा वाला कितना टमाटर है? तुमने स्टार्ट किया वीडियो? हाँ स्टार्ट. ये क्या बोला तुम, क्या बोला है सर? धनिया पाउडर, मली मली बोलते हैं. मली मली का मलयाली. मल्ली को मलयाली. मल्ली पोड़ी नहीं है, मली है. इसको कटिंग करके इसमें डालो. ठीक है. वॉश किया नहीं, तुम कटिंग कर रहे हो. वॉश के बगैर कैसे करें? 2 वॉश किया, कट किया. हाँ. पूरा नहीं है, दो ठीक है. കട്ട് ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചിരുന്നു നൊമാൻ ഭായി. ഷോട്ട് 1 2 3 ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വലുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. एक हाय बोलो. किटी फोटो किटी मत मटन कढ़ाई बनाएगा. मटन कढ़ाई. हाँ ये മസാല അയവ ആദ്യമായിട്ട് മട്ടൺ കൊണ്ട് നമ്മൾ മസാല കഴിക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പോവാറ് വേറെ ഒന്നുമല്ല, ഇവിടെ ഉണ്ടാക്കാറ് ഉപ്പിട്ട ചിക്കനാണ്, സോറി മട്ടനാണ്. പിന്നെ ഞാൻ ഉണ്ടായതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകണം. ഇത് ഞങ്ങൾ കഴിഞ്ഞ അറവുശാലക്ക് വാങ്ങിയതാണ്. കിട് കാരണം കട്ട് ചെയ്യണം. कट किया, स्टार्ट किया फिर स्टार्ट किया।
കോനെ स्टॉप करो, तुम कट करेगा ये छोटा छोटा ना ऐसा। हेलो सलामुना वालेकुम सलाम ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണ്ടേ. അതൊക്കെ വലിയ കഷ്ണമാണ്. അതൊക്കെ ഒറ്റ മുറി ഇവിടെ മുറിച്ച് കൊടുക്കുക. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. സോ ഗൈസ്, നമ്മൾ ചെക്കന്മാർ ഉണ്ടാക്കൽ തുടങ്ങിയാണ്. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്, എവിടെ എത്തിക്കണം, നമുക്കൊന്ന് പോയി നോക്കാം. How to cook gosh? नहीं आ रहे हम लोग इसमें क्या है? बस पे हाँ ഇതാണ് ഒതൻറ്റിക്കായിട്ട് മിക്സ് ചെയ്യണ പരിപാടി. हाय मिक्सिंग हो रहा है ഇങ്ങനെയാണ് ഒതൻറ്റിക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഓൺലി ഒതൻറ്റിക് പരിപാടി, മിക്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. बंद कर ഇനി എനിക്കുള്ള പണി എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പെരുന്നാളിന് അറക്കട ആടിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ തന്നെ നമ്മളെ ചെക്കന്മാർ അടുത്ത ടീമെത്തും. അതായത് നൊമാൻ്റെ ഫാമിലിയിൽ നിന്ന് കസിൻസ് ആരോ വരുന്നുണ്ട്. പിന്നെ നമ്മളെ സ്റ്റോറത്തെ ചെക്കന്മാരെന്നൊന്നും പറയാൻ പറ്റില്ല, തന്തകളാണെങ്കിലും നമ്മൾ അവരെ ചെക്കന്മാരെന്ന് പറഞ്ഞ് കാണണം. കാരണം അപ്പോഴാണ് നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാഷാപരിമിതി ഉള്ള ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ചലഞ്ച് അതിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ള ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ തുടങ്ങിയ യുദ്ധം കാരണമാണ്. അത് മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഇവർ തുടങ്ങിയ യുദ്ധം പിന്നെ കുറേ കാര്യങ്ങളുകൊണ്ടും എനിക്ക് വേറെ ജോലിയിലോട്ട് പോകേണ്ടി വന്നു. സോ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുക, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ എന്തും എനിക്ക് കാട്ടിക്കൂട്ടാം. എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ട് അങ്ങനെ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ എന്തുകൊണ്ട് പാഴാക്കണം. അപ്പം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോട്ടെ, എവിടെ എങ്ങനെയെന്നല്ല, നമ്മളെങ്ങനെ പെരുമാറുന്നത്, നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മളെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ അങ്ങനെയൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇന്ന സംബന്ധിച്ചൊക്കെ എന്ത് കാര്യം ഞാൻ എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കും. ഇവിടെ എത്തിയോട് കൂടി എന്ത് പറഞ്ഞാലും തമാശ എടുക്കും. ഓക്കെ, ഇവിടെ ആൾക്കാർ എത്തിയിട്ട് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും. फिर से वो सीख गई അസ്സലാമു അലൈക്കും. ഇന്നലെ ഞങ്ങൾ പിടിച്ച മീൻ നല്ല ഫ്രഷ് മീൻ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി മീനുകളാണ്. കഴിച്ചു നോക്കിയാൽ ബാക്കി അഭിപ്രായം പറയാം. കടലിൽ നിന്ന് പിടിച്ച മീനാണ്, ഫ്രഷ്. സോ ഗൈസ്, നമുക്ക് കട്ട് ചെയ്യാൻ പോകാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ കട്ടിംഗ് ബോർഡ്. എല്ലാത്തിനും ഒരു കട്ടിംഗ് ബോർഡ്. പിന്നെ അത് നമ്മൾ സ്പെഷ്യലൈസ്ഡ് കിച്ചൺ എക്യുപ്മെൻറ്റ് ആൻഡ് വലിയ വലിയ മീനാണ്. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാവും.
ഇതിൻ്റെ അവസ്ഥയാണ്. വെട്ടി കഴിഞ്ഞപ്പോൾ വെറും 2 കിലോ മീനുള്ളൂ. ബാക്കി 3 കിലോ ഞാൻ വെട്ടി തീർത്തു. സോ നമ്മൾ പിടിച്ച മീനാണിത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ ഡ്രൈവറിൻ്റെ ആല. മീൻ പൊരിക്കുന്നു. ഹായ് ബോലോ. അല്ല एक हाय बोलो. हेलो, ईद मुबारक. ईद मुबारक. हाँ भाई पता नहीं किसको दे रहा है. छत्तू कॉफी ऑरेंज अड़ी ഓറഞ്ച്. മീൻ നന്നാക്കലിന് ശേഷം ഞാൻ പോയി ഒന്ന് കുളിക്കണം. ഇവിടെ കുളിയൊന്നുണ്ടാവില്ലെങ്കിലും നമ്മൾ കുളിക്കണം. കാരണം കണ്ണും മുറും കണ്ടില്ലേ. ഈ ഹോൾ ഫാമിലി ഇവിടെ ഉണ്ട്. കോനെ എവിടെ ഉണ്ടോ ഇത് നമ്മളുടെ വേറൊരു ലാല കടന്ന് പടം കാണണേ. സോ ഗൈസ് എനിക്ക് കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതാണ് നമുക്കുള്ള മട്ടൻ കുറുമ, മട്ടൻ കടായി. നമ്മളെ മീൻ പൊരിച്ചുണ്ട് അവിടെ. ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ തിന്ന് കഴിഞ്ഞാണ്. പിന്നെ ഒരു ഡ്യൂ. സോ ഗൈസ് ഇത് ഞാൻ കഴിക്കട്ടെ, കാരണം ഇത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനാണ്. നമുക്ക് അടുത്ത കഴിക്കാനാണ്. അത് ഇത് മതി.